നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് ലോണിലെത്തിയതിനു ശേഷം ആന്റണി മിന്നും പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളിയിലും അദ്ദേഹത്തിന്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗെറ്റാഫയ്ക്കെതിരുള്ള കളിയുടെ അവസാന ഘട്ടത്തിൽ ആന്റണിക്ക് റഫറി റെഡ് കാർഡ് കൊടുത്തിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അപ്പോഴേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് റെഡ് അല്ല, ആ ഒരു കോണ്ടാക്ട് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ റഫറി റെഡ് കാർഡ് കൊടുത്തിരുന്നു. ഇപ്പോൾ ആ റെഡ് കാർഡ് പിൻവലിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒട്ടും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയല്ല നമ്മുടെ റയൽ മാഡ്രിഡിന് എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. നോക്കുക, ആന്റണീസ് റെഡ് കാർഡ് ഹാസ് ബീൻ ഒഫീഷ്യലി ക്യാൻസൽഡ്. അതിനർത്ഥം ആന്റണി ഈസ് അവൈലബിൾ ടു പ്ലേ അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ്. റയലിനെതിരെ കളിക്കാൻ ആന്റണി അവൈലബിൾ ആണ്. ഡിസിഷൻ കൃത്യമായിട്ട് ഇപ്പോൾ റയൽ ബെറ്റീസിനെ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. റയൽ ബെറ്റീസ് അത് ഒഫീഷ്യലി അറിയിക്കുന്നു. കോമ്പറ്റീഷൻ കമ്മിറ്റി ലിസൺസ് ടു ദി ക്ലബ്സ് അലിഗേഷൻസ് ആൻഡ് വിഡ്രോസ് ദി റെഡ് കാർഡ് എന്ന് അവർ ഒഫീഷ്യലി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ലാലിഗയുടെ കോമ്പറ്റീഷൻ കമ്മിറ്റി റയൽ ബെറ്റീസിന്റെ അപ്പീൽ സ്വീകരിച്ചിരിക്കുന്നു. ആന്റണിയുടെ റെഡ് കാർഡ് പിൻവലിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് റയൽ ബെറ്റീസിന് വേണ്ടി റയൽ മാഡ്രിഡിനെതിരെ ആന്റണി കളത്തിലിറങ്ങും. അത് റയൽ മാഡ്രിഡിന് ഒട്ടും പോസിറ്റീവ് വാർത്തയല്ല. കാരണം ഇന്നും ഫോമിൽ കളിക്കുന്ന ആന്റണിയാണ്. ആന്റണി എങ്ങനെ തടയും റയൽ മാഡ്രിഡ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആ കളി മാർച്ച് 1-നാണ്. മാർച്ച് 1 രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് റയൽ ബെറ്റീസിന്റെ മൈതാനത്താണ് റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ ബെറ്റീസ് പോരാട്ടമുള്ളത്. ആന്റണി പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ഇവിടെ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.